ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു കാരമൽ സേമിയൻ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിയാണ് ഇത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് 1 കപ്പ് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരണ വരയ്ക്ക് ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഒന്നാകെ കരിഞ്ഞു പോവും. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് സാവനരിയുടെ ഇതിലോട്ട് ചേർക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് സേമിയ പായസത്തിൽ ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ അത് വേവിച്ചെടുത്തു. ഇനി അത് ഞാനൊരു അരിപ്പയിലോട്ട് ഊറ്റിയെടുത്തു. ഇനി കാരമൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് ഒരു 9-10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ട് എടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കാരമൽ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നു. ഇനി അതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ പാലാണ് ഞാൻ ഈ പായസത്തിന് എടുക്കുന്നത്. കുറച്ച് പാലൊഴിച്ചിട്ട് ഇതിലോട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കാരമൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. മെൽറ്റായി വന്നതിന് ശേഷം അതിലോട്ട് വറുത്ത് വെച്ച സേമിയനൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ സാവനരി ഞാൻ ഇത് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്, സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് ഊറ്റിയെടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിത്തെ പശ ഉള്ളതൊക്കെ ഒന്ന് വിട്ടുപോവും. അപ്പോൾ സാവനരി ഇത് ഓരോന്നായിട്ട് വേറിട്ടിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. അതും ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഇളക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയുടെ ഇതിലോട്ട് ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് ഉപ്പ് വേണമെങ്കിലും ചേർക്കാം. എനിക്ക് ഉപ്പ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡൂടെ ഇതിലോട്ട് ചേർക്കാം. ഇതൊന്ന് ഇച്ചിരി കട്ട പിടിച്ച് വന്നിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള മിൽക്ക് മെയ്ഡ്. അത് കാരണമാണ്. അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ട് വരും. ഇതുപോലെ ആയാൽ മതി. ഇനി ആ വറുത്ത് വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പൂടെ ഇതിലോട്ട് ഈ പായസത്തിലോട്ട് അതുകൂടെ ചേർക്കാം. ആ നെയ്യും ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇനി ഒരു ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ടിയുണ്ടെങ്കിൽ കുറച്ച് പാലൂടെ ചേർത്തിയാൽ മതി, ലൂസ് വേണമെങ്കിൽ. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കാരമൽ സേമിയൻ പായസം ഇവിടെ റെഡി ആയിട്ട് കിട്ടി. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.